ഹരേ കൃഷ്ണ, ഗുഡ് മോർണിംഗ്. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ദിവസമായി നമ്മൾ കണ്ടിട്ട് ചെറിയൊരു യാത്രയിലായിരുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അബക് മീഡിയയിൽ നമ്മളെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി. അപ്പോ അതിന്റെ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി കാണുക. പിന്നെ ആസ് യൂഷ്വൽ ഇന്നും നമ്മുടെ ഫയൽ റീഡിംഗ് ആണ്. 2-3 ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോ കുറെ പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇനി ഫയൽ റീഡിംഗ് വഴി തന്നെ പോവാന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ പറയാം, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങളുടെ യുക്തിക്ക് ചേരുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ഇത് കുബേര കീ ആണ്. അബണ്ടൻസ് കൊണ്ടുവരാനുള്ള ഒരു കുബേര കീ ആണ്. ഇതിൽ കുബേരന്റെ ചിത്ര ആലേഖനം ചെയ്തിട്ടുള്ള ഒരു കീ ആണിത്. ഇപ്പുറത്ത് കുബേര മണി വെൽത്ത് അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ട്. അപ്പോ ഇതാണ് ആദ്യത്തെ ഫയൽ നമ്പർ 1. ഇത് എനിക്ക് ശിവോഹത്തിന് ഫസ്റ്റ് ശിവോഹത്തിന് പോയപ്പോ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്, അബണ്ടൻസ് ഗിഫ്റ്റ് ആണ്. ഇത് എന്റെ ഇവിടെ വെച്ചതിന് ശേഷം നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ അബക് മീഡിയയിൽ വരെ എത്തിയതും ഇതിന്റെ ഒരു വരവോട് കൂടി തന്നെയാണ്. അപ്പോ ഇതാണ് ആദ്യത്തെ കീ. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എന്നെ സമീപിക്കാവുന്നതാണ് കേട്ടോ. നമ്മളിത് നിങ്ങൾക്ക് പോസ്റ്റൽ വഴി എത്തിച്ചു തരുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ ഫയൽ വന്നിട്ട് ഗുരുവായൂരിന്ന് വാങ്ങിയ ഒരു ഉണ്ണിക്കണ്ണനാണ്. ഒരു കമ്മൽ പോലെയൊക്കെ തോന്നുമെങ്കിലും അദ്ദേഹം ഇത്രയും ദിവസം എന്റെ പേഴ്സിനകത്ത് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഭംഗി കണ്ടപ്പോ നമുക്ക് മോതിരമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു അടിപൊളി ഒരു കുഞ്ഞ് കണ്ണൻ, ലോക്കറ്റൊക്കെ ആയിട്ട് പെൻഡന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, അതൊരു കുഞ്ഞ് നമ്മൾ ഇതിലൊക്കെ വെക്കാം, കാറിന്റെ മേലെയൊക്കെ വെക്കാൻ പോലെയുള്ളൊരു കണ്ണനാണ്. അപ്പോ ഇതാണ് രണ്ടാമത്തെ ഫയൽ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫയൽ ചൂസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫയൽ ചൂസ് ചെയ്യാം. അപ്പൊ ആദ്യം ഫയൽ നമ്പർ 1 നമുക്ക് നോക്കാം, കുബേര കീ. ഹലോ, ഫയൽ നമ്പർ 1. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് 3 of Swords ആണ്. പറയേണ്ട കാര്യമില്ല, അത് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളെ ഒരു ഇതിനെ പെട്ടിക്കകത്തിട്ട് കുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാർഡിൽ കാണുന്നത്. നിങ്ങൾ അത്രയും ശവത്തിൽ കുത്തുക എന്ന് പറയുന്ന ഒരു വേർഡ് വേണം ഇവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ. നിങ്ങൾ അത്രയും പെട്ടുപോയി, എല്ലാം അനുഭവിക്കാവുന്നത് അനുഭവിച്ച് നിങ്ങൾ ഇനി ഒന്നും വയ്യ എന്ന് പറഞ്ഞ് കയറി മാറി നിൽക്കുമ്പോൾ അതിൽ വന്ന് കുത്തി നോവിക്കുകയാണ് ചുറ്റും നിൽക്കുന്ന ആളുകൾ. ഓക്കെ, അതാണ് ഈ ഒരു 3 of Swords. അങ്ങനെയുള്ള ആളുകളായിരിക്കും നിങ്ങൾ കൂടുതൽ പേരും. അപ്പൊ ഇതിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ സത്യമായതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയാണ് കാണുന്നത്. അവർ രണ്ടുപേരും കൂടെ നിങ്ങളെ നിന്ന് കുത്താണ്. ഒന്ന് ആ ഒരു പേഴ്സൺ, പിന്നൊന്ന് അവരുടെ ഇപ്പോഴത്തെ പേഴ്സൺ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നിങ്ങളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ ഈ ഒരു കാർഡിലൂടെ ഈ ഫയലെടുത്ത ആളുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ അട്രാക്ട് ചെയ്ത് വരുന്നില്ല. അപ്പൊ ഈ കാർഡ് ഇവിടെ വെക്കുകയാണ്. രണ്ടാമത്തെ കാർഡ് വന്നിട്ട് 4 of Wands ആണ് വന്നിരിക്കുന്നത്. ഇത് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് ഇനി എങ്ങനെയൊക്കെ ആൾക്കാർ തീപ്പന്തം കത്തിച്ച് നിങ്ങളെ വന്ന് കൊല്ലാൻ വന്നാൽ കൂടെ ഞാൻ അതിലൊന്നും പെടൂല, ഞാൻ എന്റെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് തന്നെ പോകും എന്നുള്ളൊരു ഡിസിഷൻ എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചിലവരൊക്കെ ഇപ്പൊ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു കാലയളവിന്റെ ഉള്ളിൽ, ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിടപ്പിലെ വീണവിടെ വീഴ്ച പറ്റിയിരിക്കാം. വീണവിടെ കിടക്കല്ല, അവിടെ നിന്ന് എണീക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സാധിക്കുക എന്ന് പറയുമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കിടക്കുന്ന എണീറ്റ് എപ്പോഴാണോ പടപൊരുതാനായിട്ട് നിങ്ങൾ സ്വയം തോന്നുന്നത്, ആ സമയത്തായിരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വരാനായിട്ട് സാധിക്കുക. ഇനി അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ 2 of Swords ആണ്. ഇതും ഇതേപോലെയുള്ള ആ ഒരു പേഴ്സൺ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, അവർ രണ്ടുപേരും ഇടവും വലവും നിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു തരത്തിലും നിങ്ങളെ ചില സമയത്തൊക്കെ ഇങ്ങനെ പറയാം, എന്താ പറയാ, കൊഞ്ഞനം കുത്തുക എന്നൊക്കെ പറയണ പോലെ അവര് ജീവിച്ചോട്ടെ, അത് അവരുടെ പാട്ടായി അവര് പാട് നോക്കി പൊക്കോട്ടെ എന്ന് പറഞ്ഞ് വിടാതെ നിങ്ങളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവര് സ്റ്റാറ്റസ് ഇട്ടിട്ടും അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, സ്റ്റോറി ഇട്ടിട്ടും നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ച് പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്നും കാണാൻ വയ്യാതെ തലയും പൊത്തി ചെവിയും പൊത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലിയർ? അപ്പോ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് അവരുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അവരെ ഒരിക്കലും നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക, നെവർ മൈൻഡ് ആയിട്ട് വിടുക. അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. പക്ഷെ നിങ്ങൾ അത് ഒരിക്കലും ചെയ്യൂല. നിങ്ങൾ ഇങ്ങനെ പിന്നാലെ ഫോളോ ചെയ്ത് അവരെന്ത് ചെയ്തു, അവരുടെ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ സ്റ്റോറി എന്താണ്, ഈ സാധനങ്ങൾ നോക്കി 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 അവര് ഫോട്ടോ ഇട്ടോ അല്ലെങ്കിൽ DP മാറ്റിയോ ഇതൊക്കെ ചെക്ക് ചെയ്ത് എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, എന്നെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, ഇത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കണോ, ഗുഡ് മോർണിംഗ് അയക്കണോ, അതൊക്കെ നിങ്ങളെ ചകഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അവരുടെ ആഗ്രഹങ്ങൾ നടക്കും, അവരുടെ ലക്ഷ്യങ്ങൾ നടക്കും. നിങ്ങൾ ഇവിടെ മനസ്സുരുകി ഇപ്പൊ റിപ്ലൈ കൊടുത്തിട്ടല്ല, ഒരു വാട്സാപ്പ് അൺബ്ലോക്ക് ആയിട്ട് നിങ്ങൾ റിപ്ലൈ കൊടുത്താൽ, അല്ല എന്തെങ്കിലും ഒരു ചോദ്യം കാര്യങ്ങൾ ചോദിച്ചാൽ അവര് റിപ്ലൈ നമുക്ക് തന്നില്ലെങ്കിൽ നമുക്ക് വിഷമമില്ലേ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ച് അതേപോലെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്ത് കാണിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ഒട്ടും ചെയ്യുന്നില്ല. ഒരുപാട് പേരും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് വരുന്ന മെസ്സേജ്. ശരിയല്ലേ? അപ്പൊ നിങ്ങളത് ചെയ്യണം, എങ്കിലും നിങ്ങൾക്ക് ഹാർമണി ഉണ്ടാവുന്നുള്ളൂ. 3 of Cups ആണ്. ഏഞ്ചൽസ് നിങ്ങളെ ഹാർമണി, അതായത് ആഘോഷത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരാനായിട്ട്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു റിസപ്ഷൻ ബ്രൈഡ് നിൽക്കുന്ന പോലെയാണ് ഈ ഒരു ഇത് നിൽക്കുന്നത്. അതേപോലെ ഏഞ്ചൽ അല്ലെങ്കിൽ കാമദേവൻ എന്ന് പറയാം, കൂപ്പറ്റ്, അദ്ദേഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം നടക്കുകയാണ്. ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങളുടെ പല നമ്പർ 1കാരുടെ അടുത്തായിട്ട് നടക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലുണ്ട്, ഏഞ്ചൽസ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്, കൂപ്പറ്റിന്റെ അനുഗ്രഹം ഉണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരണം എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്ത് ഇവിടെ മെസ്സേജ് ഇടുക. അതുപോലെ അട്രാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ എന്ത് വന്നാലും ഞാൻ എന്റെ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് തന്നെ പോകും, എന്റെ ജീവിതയാത്ര മുന്നോട്ട് എന്ന് പറയാം. അതേപോലെ രണ്ടാമത്തെ ഇതിൽ ഇനി അവരുടെ സ്റ്റോറി സ്റ്റാറ്റസ് കാര്യങ്ങളൊന്നും പിന്നാലെ പോയി ചെകഞ്ഞ് നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരും. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകുന്നത് ഒരിക്കലും അവര് വരില്ല. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് കൽ നമ്പർ 1കാരന്റെ റീഡിംഗ്. ഇനി അടുത്തത് കൽ നമ്പർ 2. കൽ നമ്പർ 2 ഉണ്ണിക്കണ്ണനെ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഭഗവാന്റെ ബ്ലെസ്സിങ്സ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇപ്പോ നിങ്ങളുടെ സാഹചര്യത്തില് 9 of Swords ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഉറക്കമില്ലാത്ത ഒരു സമയമാണ്. രാത്രി കാലങ്ങളിൽ ചെവിയിൽ ഇങ്ങനെ ഒച്ച കേൾക്കുക, അല്ലെങ്കിൽ തലവേദന, മൈഗ്രെയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സംഭവിക്കുന്നത് എന്താ, ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കൽ കാര്യങ്ങളൊക്കെ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധമൊക്കെ കണ്ടിട്ട് അതങ്ങനെ വന്നതായിരിക്കാം. അപ്പൊ നിങ്ങൾ അതൊന്ന് അട്രാക്ട് എടുക്കാണ്ടിരിക്കുക. അത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയ്യോ എന്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അതന്നെ അട്രാക്ട് എടുക്കാണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കളയാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ബ്രേസ്ലെറ്റ് ആണെങ്കിലും നല്ല ഏലസ് ആണെങ്കിലും തടയിടുക എന്നൊക്കെ പറയും. നമ്മളത് വേണ്ട, പ്രൊട്ടക്ഷന് വേണ്ടി ഇടുന്നതിന് നമ്മൾ തടയിടുക എന്ന് പറയാം. ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ കേട്ടോ, ഈ ഫോളോ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ലായ്മ, വെള്ളം വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരിക, ഈ എന്താ പറയാ, ഒരു ചവർപ്പ് വെള്ളം വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കോട്ടുവായ വരിക, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ലക്ഷണമാണ്. മേ ബി ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് വല്ല വയ്യായ്മയുടെ കാര്യം ആയിരിക്കാം, എന്തോ വാട്ടവർ, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ഏകദേശം ഒരു കൺഫർമേഷൻ കൊടുക്കാം. അടുത്ത ഹാങ്ഡ് മാൻ ആണ്. വേറൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ കാണാൻ ശ്രമിക്കണം. നിങ്ങൾ കാണുന്നതല്ല യഥാർത്ഥ ലോകം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു സൂര്യൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്, അതേപോലെ അപ്പുറത്തൊരു കഴുകനുണ്ട്.
ഈ കാർഡിൽ, ഈ ഹാങ്ഡ് മാനിൽ. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ കാണേണ്ട കാഴ്ച അതായത് ഗോൾഡൻ സൺറൈസ് എന്നുള്ള വേർഡാ വന്നത്. കറക്റ്റാ. അപ്പൊ ആ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ പറയാം. ഗോൾഡൻ സൺറൈസിന്റെ പവർ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അപ്പൊ നിങ്ങൾ ആ ഒരു മനോഹരമായ സൂര്യോദയം കാണണോ അതോ ഈ കഴുകനെ കാണണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരെ റിവേഴ്സ് ആണ്. ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ ഒഴിവാക്കുക. എയ്സ് ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. വളരെ നല്ല കാർഡാണ്. നിങ്ങൾക്ക് പുതിയൊരു സാമ്പത്തിക തുടക്കം വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ഭൂമി തത്വമാണ്. ഭൂമിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രഷർ കിട്ടുക, അതായത് നിധി കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നിങ്ങളുടെ ഭൂമി, നിങ്ങളുടെ ചുറ്റുപാടും തന്നെ നിധിയുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തണം. അതിന് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോസ്പെരിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ തുടക്കത്തിന് വേണ്ടി പുതിയ കോഴ്സോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കാം നിധി. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് അടുത്ത കാർഡ്. തേർഡ് കാർഡ്, ഫോർത്ത് കാർഡ് വന്നിട്ട് ടെമ്പറൻസ് ആണ്. യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ട്. മാലാഖമാരെ, ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ മിസ്മാച്ച് വരാം. അതെന്താ പറയുക, നിങ്ങൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ഇതൊക്കെയാണ് ഫയൽ നമ്പർ 2ന്റെ ഇപ്പോഴത്തെ റീഡിംഗ് എന്ന് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിൽ വീഡിയോ രണ്ടും കണ്ട് ഇത് കണക്ട് ആയിട്ടില്ലെങ്കിൽ അത് നോക്കുക, അത് കണക്ട് ആയിട്ടില്ലെങ്കിൽ ഇത് നോക്കുക. ഏതാണ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ളത് നിങ്ങൾ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ വിചാരിച്ച് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പോ ഞാൻ വീണ്ടും പറയുന്നു, ആബക് മീഡിയയിൽ ആ വീഡിയോ ഒന്ന് കണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യാം. ഞാൻ അതൊന്നും പറയില്ല, ഓരോരുത്തരുടെ യുക്തി പോലെ ചെയ്യേണ്ടതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളവർ അതിനും ചെയ്യാം. അല്ല, ഈ വേറെ കുറച്ച് ഞാൻ മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ നമ്മളെ സമീപിക്കാവുന്നതാണ്. നല്ലൊരു ദിവസമാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സാധിച്ചു തരാൻ യൂണിവേഴ്സിനെ സഹായിക്കട്ടെ. താങ്ക് യു.